ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനീഷ് ആണെങ്കിൽ അനുമോളെയും ആദിലെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശം. അനുമോക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല ഇവരോട് സംസാരിക്കാനും മിണ്ടാനും. ഇന്നലെ പറഞ്ഞതും കേട്ടതും ഒക്കെ നല്ല ബോധത്തോടെയാണ്. അതുകൊണ്ട് ഇവരോട് സംസാരിക്കാനും മിണ്ടാനും താല്പര്യമില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അനുമോള്. എന്നാൽ ആദിലേക്കാണെങ്കിൽ അനുവിനോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. കള്ളി, വാഴ, നുണച്ചി എന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാൻ നടക്കുന്ന എന്തുദ്ദേശത്തിലായിരിക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നൂറയ്ക്ക് അത്രയ്ക്ക് മിണ്ടണമെന്ന് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇന്നലെ PR എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ലേ, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അതായത് ആദില പറയുന്നുണ്ടായിരുന്നു ഇവളുടെ പിന്നാലെ നടക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായെന്ന്. അവൾ എന്താ ഉദ്ദേശിച്ചതെന്ന് അവളുടെ വായാലെ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറയുന്നു. നൂറ നിനക്ക് PR വർക്കുള്ളതിൻ്റെ ബലത്തിനാണോ ജോലി ചെയ്യാതിരിക്കുന്നത് എന്ന് പറഞ്ഞെന്ന് അനു പറയുമ്പോൾ ആദിലയാണെങ്കിൽ ബേബി വിളിക്കുന്നുണ്ട് ആ കാര്യം ചോദിക്കാനായിട്ട്. അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ക്യാപ്റ്റൻസി കൊളമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇന്നലെ അവൾ അങ്ങനെയൊക്കെ കാണിച്ചത്. PR വർക്കുള്ളതിൻ്റെ ബലത്തിനാണോ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും അനുവിനാണെങ്കിൽ ഇവരോട് മിണ്ടാനും സഹകരിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ മൂന്നാളും മിണ്ടിയും ചിരിച്ചും കളിച്ചും നടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരുന്നു. എന്നേക്കായും കൂടുതൽ അനുഭവ സമ്പത്തുള്ളതാണ് ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കൊക്കെ ആയാലും. അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഇതുപോലെ സഹകരിച്ച് പൊക്കൂടെ. ഞാനും ഷാനവാസക്കയും കൂടെ എന്തുമാത്രം ബഹളവും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഞങ്ങൾ മിണ്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. ഞങ്ങൾ മിണ്ടിയിട്ട് മാത്രം കാര്യമില്ല, അനു ആണെങ്കിൽ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ആദില പറയുന്നു. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ അവളുടെ പിറകെ നടക്കുന്ന എന്തുദ്ദേശത്തിലാണെന്ന് അവൾക്ക് അറിയാമെന്ന്. ഇനി വീടാണോ കാറാണോ ഫെയിമാണോ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ആദില പറയുമ്പം അനു പറയുന്നു ഫെയിം ഉദ്ദേശിച്ചാൽ നിങ്ങൾ എൻ്റെ പിറകെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഫെയിം അല്ലെങ്കിൽ പിന്നെ നീ എന്തുദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് ആദില ചോദിക്കുമ്പോൾ അനു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും നിങ്ങൾ തങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്ന പറഞ്ഞുകൊണ്ട് അനീഷേട്ടൻ അങ്ങ് എണീക്കുമ്പോഴത്തേക്കും തൊട്ട് പിന്നാലെ അനു എണീക്കുന്നു. കാരണം അനുവിന് ഇവരോട് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. കണ്ടോ അനീഷേട്ട, അവൾക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. അനീഷേട്ട ഇരുന്നതിൻ്റെ പേര് മാത്രം ഇത്ര നേരം ഇവിടെ ഇരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്തിന് മുമ്പേ അനു ആണെങ്കിൽ ഇറങ്ങി അങ്ങ് പോയിരുന്നു. അവർക്ക് സംസാരിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇന്നലെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് പോലും നേരിട്ട് കൊണ്ടുപോയി അനുമോളുടെ കയ്യിൽ കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അനീഷിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു നൂറ് അങ്ങ് മുങ്ങുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിലും അനുവിൻ്റെ പിന്നാലെ നടന്ന് മിണ്ടുന്നതിന് എന്തേലും കാരണമില്ലാതിരിക്കുമോ? പൊതുവെ അനുമോളാണെങ്കിൽ ആദിലേക്ക് എന്തു വായി തോന്നുന്ന പറഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും അനു അങ്ങോട്ട് തന്നെ ചെന്ന് മിണ്ടുമായിരുന്നു. ഇത്തവണ അവൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത്. കാരണം ഒരു കൂട്ടുകാരികളെന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാൻ ഇങ്ങനെ നിൽക്കാമോ? എന്നിട്ടും പുറത്തിറങ്ങി അനീഷേട്ടനോട് സംസാരിക്കുന്നുണ്ട് അനുമോള്. എനിക്കോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാൾക്കോ കപ്പ് കിട്ടുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. അക്ബറിനോടൊക്കെ നടത്തിയ സംസാരം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. എനിക്ക് അവരോട് അത്രയ്ക്ക് വലിയ പിണക്കമൊന്നുമില്ല. ഒരു വഴക്ക് നടക്കുമ്പോഴല്ലേ നമ്മളെക്കുറിച്ച് അവരെന്താ വിലയിരുത്തിയിരിക്കുന്നതെന്ന് അവരെ വായാല തന്നെ തുറന്നു പറയുന്നത്. അതൊക്കെ കേട്ടിട്ടുള്ള മാനസിക പ്രയാസമാണ്. അനീഷേട്ടനോ വീട്ടിലെ മറ്റാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം പൊട്ടിയ ചില്ലുകൾ പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ പാടാ. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടവരുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നില്ലത്. ഇനി അനുവിനോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് അനീഷേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നു. അവളുടെ മനസ്സിൽ അത്രയും ഫീൽ ചെയ്തെന്ന് അനീഷേട്ടന് മനസ്സിലായി. അതേസമയം ഷാനവാസിക്ക ആദിലയോട് ചോദിക്കുന്നുണ്ട് സംസാരിക്കാൻ പോയിട്ട് എന്തായി, അവൾ മിണ്ടിയോ? ഇല്ലിക്ക, അനീഷേട്ടൻ ഇരുന്നതിൻ്റെ പേര് മാത്രം അവൾ അവിടെ ഇരുന്നതാ. അനീഷേട്ടൻ എണീറ്റ് പോയപ്പോഴേ പോയി. പിന്നെ ക്യാമറ സ്പേസിനും കൂടി ആയിരിക്കും ഇരുന്നത്.